വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. അറസ്റ്റും രാജിയും ഉടനില്ല. യുവനടിയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ എം മുകേഷ് MLAക്ക് താൽക്കാലിക ആശ്വാസം. മുകേഷിന്റെ അറസ്റ്റ് 5 ദിവസത്തേക്ക് എറണാകുളം സെഷൻസ് കോടതി തടഞ്ഞു. MLAയുടെ രാജി ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജനപ്രതിനിധി എന്ന പരിഗണന നൽകിയാണ് കോടതി അറസ്റ്റ് തടഞ്ഞത്. പരാതിക്കാരിക്ക് ദുരുദ്ദേശമെന്ന വാദമാണ് MLA കോടതിയിൽ ഉയർത്തിയത്. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. ഇതോടെ MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമുയർത്തി. രാജി വേണ്ട എന്നായിരുന്നു പിന്നാലെ ചേർന്ന CPIM അവൈലബിൾ സെക്രട്ടേറിയറ്റിലെ ധാരണ. രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതിനിടെ എറണാകുളം സെഷൻസ് കോടതിയെ മുകേഷ് സമീപിക്കുകയായിരുന്നു. ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഹർജിയിൽ മുകേഷ്. ഇതിനായി വാട്സാപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയെന്നും കോടതിയെ മുകേഷ് അറിയിച്ചു. ജനപ്രതിനിധിയാണെന്ന പരിഗണന നൽകി കോടതി അറസ്റ്റ് അടുത്ത മാസം 3 വരെ തടയുകയായിരുന്നു. എന്റെ കക്ഷി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസ് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ്. പ്രതിരോധത്തിലായിരുന്ന CPIM-നും കോടതി വിധി ആശ്വാസമായി. മുകേഷ് രാജിവെക്കേണ്ടെന്ന ധാരണ നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ CPIM ഉറപ്പിക്കും. എന്നാൽ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പ്രത്യേക അന്വേഷണ സംഘമെടുത്ത കേസിൽ എത്ര നാൾ ഈ ആശ്വാസം തുടരുമെന്നത് വലിയ ചോദ്യം. 24 തിരുവനന്തപുരം. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ M മുകേഷ് MLA സ്ഥാനം രാജിവെക്കുന്നതാകും ഉചിതമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. കടുത്ത അഭിപ്രായ ഭിന്നതയ്ക്കൊടുവിലാണ് CPI ഈ തീരുമാനമെടുത്തത്. CPM നേതാക്കൾ എതിർപ്പ് വ്യക്തമാക്കിയതോടെ നിർബന്ധമായും രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും ബിനോയ് വിശ്വം പിന്നാക്കം പോയി. തീരുമാനം മുഖ്യമന്ത്രിയെയും CPM സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് മുതിർന്ന നേതാക്കളായ ആനി രാജയും പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടുവെങ്കിലും CPIയെ നിയന്ത്രിച്ച് EP-യും MA ബേബിയും രംഗത്ത് വന്നതോടെ ഈ നിലപാട് CPIക്ക് മാറ്റേണ്ടി വന്നു. മുകേഷ് രാജിവെക്കണമെന്ന് ആനി രാജ പരസ്യമായി നിലപാടെടുത്തു. 1 മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. എന്നാൽ രാവിലെ തന്നെ ഈ നിലപാട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ തള്ളി. നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിന്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA-മാർ രാജിവെക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ MLA-മാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ MLA-മാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. സെക്രട്ടറിയോട് ആലോചിക്കാതെ അജണ്ട നിശ്ചയിക്കുന്ന ആനിരാജയുടെ നീക്കത്തിൽ ബിനോയ് വിശ്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പാർട്ടി കമ്മിറ്റി കൂടി വേണം തീരുമാനവും നിലപാടുമെടുക്കേണ്ടതെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടി ഗൗരവമുള്ള കാര്യങ്ങളിൽ കമ്മിറ്റി കൂടി ആലോചിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നാലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷവും മുകേഷ് രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഇത് കടുത്ത ആവശ്യമായി ഉന്നയിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകേഷ് രാജിവെക്കണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നിട്ടും പരസ്യമാക്കേണ്ട എന്ന നിലപാടാണ് ബിനോയ് വിശ്വം എടുത്തത്. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിൽ കണ്ട് നിലപാട് അറിയിക്കുന്നതിലേക്ക് CPI നിലപാട് ഒതുങ്ങും. 24 തിരുവനന്തപുരം. MLA സ്ഥാനത്തു നിന്നുള്ള മുകേഷിന്റെ രാജി UDF നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിശദീകരണം. രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും KPCC അധ്യക്ഷൻ പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. എൽദോസ് കുന്നപ്പള്ളി, M വിൻസെന്റ് എന്നീ MLA-മാരുടെ മുൻ അനുഭവങ്ങളാണ് M മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. CPI ആവശ്യപ്പെട്ടിട്ട് പോലും CPIM മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുകേഷ് എന്തായാലും രാജിവെക്കാൻ
തയ്യാറല്ല. അപ്പോൾ CPM ആണ് എടുക്കേണ്ട തീരുമാനം. CPM ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. CPM നിരവധി കേസുകൾ, ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കൊട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നടപടി എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ CPMൻ്റെ മുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് CPM തീരുമാനിക്കട്ടെ. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു. 2016 M. വിൻസെന്റിനെതിരെയുണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷമെന്ന വാക്കിലൂടെ മറച്ചുവെച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അതിനിടെ യൂത്ത് കോൺഗ്രസും UDFന്റെ ഘടകകക്ഷിയായ RSPയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ്. 24 തിരുവനന്തപുരം. M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. MLAയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാർച്ച് ചെയ്തു. യുവമോർച്ചയുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കൊല്ലത്തും പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് പ്രതിഷേധിച്ചു. ലൈംഗികാതിക്രമ പരാതിയിൽ M. മുകേഷ് MLAക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയത്. മുകേഷിന്റെ തിരുവനന്തപുരത്തെ വസതിയായ മാധവത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ടു. ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് 2 തവണ ജലബീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് മുകേഷിനെ പ്രതീകാത്മകമായി പരസ്യവിചാരണ ചെയ്താണ് യുവമോർച്ച പ്രതിഷേധിച്ചത്. ചിന്നക്കടയിൽ കയ്യിൽ കോഴിയുമായി യുവമോർച്ചയുടെ പ്രതിഷേധം. അതേസമയം സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിൽ വിചിത്ര ന്യായവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി. സിനിമാ നയം രൂപീകരിച്ച് അന്തിമമായി അതിന് അനുവാദം കൊടുക്കേണ്ടത് ക്യാബിനറ്റാണ്. ആ നക്കൽ തയ്യാറാക്കാനായിട്ട് 11 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരാൾ ശ്രീ മുകേഷാണ്. അത്രയുള്ള പ്രശ്നം. നയരൂപീകരണ സമിതിയിൽ നിന്ന് മാത്രമല്ല, നിയമസഭയിൽ നിന്ന് തന്നെ മുകേഷ് മാറി നിൽക്കണമെന്നാണ് പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. നാളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പശ്ചിമ ബംഗാൾ നടിയുടെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തു. 2016 മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്കിടെ മാതാപിതാക്കൾക്കൊപ്പം യുവതിയെ കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷം കണ്ടിട്ടില്ലെന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28 സിദ്ദിഖിനെ കാണാൻ യുവനടി മസ്കോട്ട് ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഹോട്ടലിലെ സന്ദർശക രജിസ്റ്റർ. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മാജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും FIR-ന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയുടെ സുഹൃത്തും സംവിധായകനുമായ ജോഷി ജോസഫിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ആ സംഭവത്തിന് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറിയിൽ ചെല്ലുന്നതും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ 8-9 ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു സംഗതി തെളിയിക്കുക. അപ്പൊ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ്. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ M. മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും കേസുണ്ട്. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിലെ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചുവെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ PV അൻവർ MLA സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. വീട്ടുവളപ്പിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് MLA എത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. റെക്കോർഡിലുള്ള മരം, ആ മരം അങ്ങനെ ഒഫീഷ്യലായിട്ട് എഴുതി തരണോ? ഒന്നും വേണ്ട സാറ് ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടിട്ട് അയാൾ ഓഫീസിൽ പോകേണ്ട പണിയല്ല. അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു. ഇതും ഓഫീസാണ്. എന്തതിന്റെ പേര്? പോലീസ് ക്യാമ്പ് ഓഫീസ്, SP ക്യാമ്പ് ഓഫീസല്ലേ? ക്യാമ്പ് ഓഫീസ്. സാർ അവിടെ ഒരു ബോർഡ് എന്തത് അനുവാദം കൂടാതെ അനുവാദത്തിനാണല്ലോ ചോദിക്കുന്നത്. അനുവാദം ഇന്നോടല്ലേ ചോദിക്കുന്നത്? SP സാർ അനുവാദമാണ്. അപ്പൊ അയാൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവിടുന്ന് അനുവാദം വാങ്ങിയിട്ടാണ് അകത്തേക്ക് പോകാൻ. ഇവിടെ ആരും വരാറില്ല സാറ് കാണാൻ. ആളെ കാണാൻ വരാത്ത ആൾ മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും. DP ഒക്കെ പോകണ്ടല്ല. ഞാൻ ഇയാൾ മുറിച്ച മരത്തിന്റെ കുറ്റിയാണ് വന്ന DPI പോയ മരം കാണുമോ? ആണോ? അല്ല, നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കുകയാണ് അല്ലേ? എനിക്കത് കയറി ഈ SP ക്യാമ്പ് ഓഫീസിൽ MLAക്ക് കയറി അത് നോക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ കളവായി മുറിച്ച മരം, റെക്കോർഡിലുള്ള മരം, ആ മരം മുറിച്ച് ഒഫീഷ്യലായിട്ട് എഴുതി തരണോ? ഒന്നും വേണ്ട സാറ് ഓഫീസിൽ പോയിട്ട് സാറ് കണ്ടിട്ട്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, മലപ്പുറം SP-യും PV അൻവർ MLAയും തമ്മിലുള്ള ഈ പ്രശ്നം അത് കുറച്ച് നാളുകളായി തുടരുന്നതാണ്. ഒരു പൊതുവേദിയിൽ വെച്ച് PV അൻവർ MLA SP-യെ അവഹേളിച്ചു അല്ലെങ്കിൽ അപമാനിച്ചു എന്നൊക്കെ വാർത്ത വന്നു. അതിൽ ആ സമയത്ത് തന്നെ ചില പ്രതിഷേധം SP അറിയിച്ചു. ഇതാ ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിന് തുടക്കമിടുന്നു. MLAയെ അദ്ദേഹത്തിൻ്റെ SP-യുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ തടഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. ആ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവരും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. എന്താണ് ഇനി സംഭവിക്കുക? ഇക്കാര്യത്തിൽ SP-യുടെ എന്തെങ്കിലും മറുപടി, വിശദീകരണം വന്നിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ പോലീസിന്റെ വിശദീകരണം, SP-യുടെ വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലമ്പൂർ MLA PV അൻവർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ കവാടത്തിൽ വെച്ച് പാറാവുകാരൻ തടയുകയാണ്. അപ്പോൾ PV അൻവർ MLA പറയുന്നത് താൻ വന്നത് ഈ SP-യുടെ ഔദ്യോഗിക വസതി വളപ്പിൽ നിന്നും വിലപിടിപ്പുള്ള തേക്ക്, മഹാഗണി അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയത് അല്ലെങ്കിൽ മുറിച്ചു കടത്തിയതുള്ള വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനാണ് താൻ എത്തിയത് എന്ന് PV അൻവർ MLA പാറാവുകാരനായ പോലീസുകാരനോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് നിലവിൽ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നിലവിൽ നൽകിയിട്ടില്ല, അതുകൊണ്ട് പ്രവേശിക്കാനാകില്ല എന്നുള്ളതായിരുന്നു. ഏറെ നേരം PV അൻവറും ഈ പാറാവുകാരനും തമ്മിൽ തർക്കിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നാലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പാറാവുകാരൻ വിളിക്കുകയും അതിന് പിന്നാലെ MLA വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് കടത്തി വിടുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. MLA-യുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും തേക്ക്, മഹാഗണി അടക്കമുള്ള മരങ്ങൾ മുറിച്ചു കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി അന്വേഷിക്കാനും ഈ മരത്തിന്റെ കുറ്റികൾ എവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനുമാണ് താൻ എത്തിയത് എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ PV അൻവർ MLA വ്യക്തമാക്കിയത്. ഏതായാലും നേരത്തെ ഇതിപ്പോൾ ഈ MLA PV അൻവർ അവിടെ എത്തുന്ന സമയത്ത് SP ക്യാമ്പ് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അത് PV അൻവർ MLA-യോട് വിശദീകരിക്കുന്നതാണ് നമ്മൾ കേട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, അതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ MLA-യെ പാറാവുകാരൻ അങ്ങോട്ടേക്ക് കടത്തിവിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ദൃശ്യങ്ങൾ MLA-യുമായി ബന്ധപ്പെട്ട് തന്നെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നെയാണ് മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് പരസ്യമായി തന്നെ PV അൻവർ SP-ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. വിജയകുമാർ, യെസ്, ഇത് വീട്ടുവളപ്പിൽ നിന്ന് ഔദ്യോഗിക വസതിയുടെ പരിസരത്ത് നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ MLA എത്തിയതെന്നാണ് അദ്ദേഹം ആ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. പക്ഷേ അവിടേക്ക് കടത്തിവിടാൻ കഴിയില്ല, ആ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ അങ്ങോട്ട് അനുവാദമില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. MLA-യെ തടഞ്ഞു. അതിനുശേഷം ഇരുവരും സംസാരിച്ചു. ഇനിയിപ്പോഴെന്താണ് SP-ക്ക് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. MLA-യോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് ഞങ്ങളുടെ മലപ്പുറം പ്രതിനിധി സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. SP-യും MLA-യും തമ്മിൽ കുറച്ച് നാളായി അവിടെ നല്ല ബന്ധമല്ല എന്നത് നമ്മൾ പൊതുവേദിയിലെ പ്രസംഗങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ കണ്ടതാണ്. അതിന് തുടർച്ചയാണ് ഇന്ന് ഈ സംഭവിച്ചത്. ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ നെട്ടോട്ടമോടുകയാണ് നടന്മാർ. അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ച. നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്തു നിന്ന് ഉടൻ മടങ്ങേണ്ട എന്ന യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ തീരുമാനമെടുക്കേണ്ടി വരുന്നു.
ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത്. അറസ്റ്റിനായി എതിരാളികൾ മുറവിളി കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ്. മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖും. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യയാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. നാട്ടിൽ വന്ന് പുലിവാല് പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ഇടവേള ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി. കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട്. പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത്. സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല. അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം. ന്യൂസ് ഡെസ്ക് 24. ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിലേക്ക് ജഗദീഷും ഉർവശിയും എത്തിയേക്കും. സംഘടനയുടെ സ്ഥാപകാംഗങ്ങളാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്ന അഭിപ്രായവും ശക്തമായിട്ടുണ്ട്. അംഗങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽപ്പെട്ട് ആടിയുലഞ്ഞ അമ്മയ്ക്ക് പുതുജീവൻ നൽകാനാണ് മുതിർന്ന അഭിനേതാക്കളുടെ ശ്രമം. തുടക്കം മുതൽ സംഘടനയ്ക്കൊപ്പമുണ്ടായിരുന്നവരാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ജഗദീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഉർവശിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പരിഗണിക്കണമെന്നാണ് ആവശ്യം. പ്രധാന പദവികളിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഉൾപ്പെടെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകണം. പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി എന്നിവർക്കു പുറമെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള താരങ്ങളെയും പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് പൊതുവികാരം. പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടരാജിയെ വിമർശിച്ച് പാർവതി തിരുവോത്ത് രംഗത്തെത്തി. The first thought that I had when I heard the news about this collective resignation was how cowardly of them to step away from a position where they are now accountable to speak to media. അതേസമയം നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്ന ആവശ്യം ഉർവശി നിരാകരിച്ചതായാണ് വിവരം. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. 24 കൊച്ചി. ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും അന്വേഷണം നടക്കണമെന്ന് നടനും നടികർ സംഘം ജനറൽ സെക്രട്ടറിയുമായ വിശാൽ. വഴങ്ങണമെന്ന് പറയുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണം. ബൗൺസർമാരില്ലാതെ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ പറ്റാത്ത നിലയാണെന്നും വിശാൽ പറഞ്ഞു. 20% പേർക്ക് മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള 80% ആളുകളും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയരാകുന്നു. മാത്രമല്ല, അഭിനയ മോഹത്താൽ ചതിക്കുഴിയിൽപ്പെടുന്നവരും നിരവധിയാണ്. അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെടുന്നവരെ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ പറഞ്ഞു. ഇതെല്ലാം തവിർக்கிறதுக்கு ஒரே ஒரு விஷயம் என்னன்னா, அந்த பெண்மணிக்கு மன தைரியம் வேணும். அந்த பெண்மணி செருப்பால் அடிக்கணும் அந்த மாதிரி ஆளுங்களை. ഹേമ കമ്മിറ്റി മാതൃകയിൽ തമിഴ്നാട്ടിലും ഒരു സമിതി രൂപീകരിക്കുന്നത് സംബന്ധിച്ച് നടികർ സംഘം ഉടൻ ആലോചിക്കും. നടികർ സംഘം നടന്മാർക്കു വേണ്ടി മാത്രമുള്ളതല്ല. സ്ത്രീകൾ പരാതിയുമായി എത്തിയാൽ അതിവേഗം നടപടി സ്വീകരിക്കും. തമിഴ് സിനിമയിലെ നടിമാർ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം സംബന്ധിച്ച് തുറന്നു പറയാൻ മുന്നോട്ടു വരണമെന്നും വിശാൽ ആവശ്യപ്പെട്ടു. 24 ചെന്നൈ. വഴി തടഞ്ഞു എന്നാരോപിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കേസെടുക്കാതെയാണ് ഞൊടിയിടയിൽ മാധ്യമപ്രവർത്തകർക്കെതിരായ സർക്കാർ നടപടി. അതിനിടെ തൃശൂരിൽ വിരിഞ്ഞത് താമരപ്പൂവല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് പരിഹസിച്ച് മുൻ MP TN പ്രതാപൻ ഇന്ന് രംഗത്തെത്തി. ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ കയ്യേറ്റം വെളിവാക്കുന്ന ദൃശ്യങ്ങൾ, പരാതിയും സാക്ഷിമൊഴിയും. പക്ഷേ വഴി തടഞ്ഞുവെന്ന കേന്ദ്രമന്ത്രിയുടെ പരാതിയിൽ കാമ്പും കഴമ്പും നോക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് സർക്കാർ കേസെടുത്തത്. മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിലക്കര നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തിയതല്ലാതെ ഒരു നടപടിക്കും സംസ്ഥാന പോലീസ് തുനിഞ്ഞിട്ടില്ല. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പത്രപ്രവർത്തക യൂണിയനിൽ നിന്നടക്കം ഉയരുന്നത് ശക്തമായ പ്രതിഷേധം.
രാജ്യചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത നടപടിയാണ് സുരേഷ് ഗോപിയുടേതെന്ന മുൻ MP TN പ്രതാപൻ. ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ചിലർ പറഞ്ഞു കേരളത്തിൽ ആദ്യമായി തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന്. തൃശ്ശൂർ വിരിഞ്ഞ് താമരയല്ല, തൃശ്ശൂർ വിരിഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. സംസ്ഥാനത്തെ പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ നടപടിയെ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറേണ്ട ഒരു ബാധ്യത ഏറ്റവും ചുരുങ്ങിയത് ആ നിലയിലെങ്കിലും ആ ഒരു അന്തസ്സ് കാണിക്കേണ്ടതല്ല. അത് കാണിച്ചിട്ടില്ല. മോശമായ പെരുമാറ്റം, ചീത്ത പറയുക, കയ്യേറ്റം ചെയ്യുക, എന്നിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ കേസിന് പോവുക, ഇതൊക്കെ എന്തായാലും അത് ഒരിക്കലും ശരിയായൊരു കാര്യമല്ല. M. മുകേഷ് MLAയുടെ രാജിയെ ചൊല്ലി പാർട്ടിയും സുരേഷ് ഗോപിയും രണ്ട് തട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 24 തൃശൂർ. കാഫിർ വിവാദത്തിൽ KK ലതികയെ സംരക്ഷിക്കാൻ അന്വേഷണം മരവിപ്പിച്ച സർക്കാർ നടപടിക്ക് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. മൊഴികളിൽ പറയുന്നവരെക്കുറിച്ച് അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടു. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും മൊഴികളിൽ പരാമർശിക്കുന്നവരെ ചോദ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു. മുൻ MLA KK ലതിക, DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഹർജിക്കാരനായ MSF നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു. വ്യാജരേഖ ചമയ്ക്കൽ, മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. കോടതി നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി. അന്വേഷണം മികച്ച രീതിയിൽ പോകുന്നുവെന്നും സർക്കാർ നിലപാടെടുത്തു. കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേസ് സെപ്റ്റംബർ 6 മാറ്റി. 24 കൊച്ചി. ഗുജറാത്തിലെ പ്രളയക്കെടുതിയിൽ മരണം 28ആയി. തീവ്ര മഴയ്ക്കൊപ്പം സംസ്ഥാനത്ത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകി. കര, വ്യോമസേനകളും ഇന്ന് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. മൂന്ന് ദിവസത്തിനിടെ സംസ്ഥാനത്തുണ്ടായത് ദുരിതപ്പെയ്ത്ത്. സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. ന്യൂനമർദ്ദം നാളെ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മോർബിയിൽ ഒഴുകിപ്പോയ ട്രാക്ടറിലുണ്ടായിരുന്ന 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെയാണ് 3 ദിവസത്തിനിടെയുള്ള മരണസംഖ്യ 28 ആയത്. ദ്വാരകയിൽ പ്രളയജലത്തിൽ പെട്ടുപോയ 4 പേരെ വ്യോമസേന എയർലിഫ്റ്റ് ചെയ്തു. ജാംനഗറിൽ ഒരു പാലം അപ്പാടെ ഒലിച്ചുപോയി. തെക്കൻ ഗുജറാത്തിൽ പ്രളയസമാന സാഹചര്യമുണ്ടായ വഡോദരയിൽ 12 അടി വരെ ജലം ഉയർന്നിരുന്നു. വിശ്വാമിത്രി നദി കരകവിഞ്ഞതോടെ മുതലകൾ നഗരത്തിലെത്തി. 6 ജില്ലകളിലാണ് രക്ഷാദൗത്യത്തിന് ആർമിയെ നിയോഗിച്ചത്. സംസ്ഥാനത്ത് 20,000-ലേറെ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഡാമുകൾ അപകടനില കവിഞ്ഞതോടെ അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 മുംബൈ. കോഴിക്കോട് കായക്കൊടിയിൽ മിന്നൽ ചുഴലിയിൽ 3 വീടുകൾ തകർന്നു. 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കായക്കൊടി പഞ്ചായത്തിലെ പട്ടർകുളങ്ങര, നവോട്ടുകുന്ന് ഭാഗങ്ങളിൽ വൈകിട്ടോടെയാണ് മിന്നൽ ചുഴലി വീശിയത്. നവോട്ടുകുന്നിൽ 3 വീടുകൾ തകർന്നു. 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. വ്യാപകമായി കൃഷി നശിച്ചു. വൈദ്യുതി മുടങ്ങി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ ഈ ജില്ലകൾക്ക് പുറമെ വയനാട് ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം നദിയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് മുൻഗണന നൽകാൻ സർവകക്ഷി യോഗത്തിൽ ധാരണ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരും വിവിധ കക്ഷികളുടെ നേതാക്കളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പുനരധിവാസത്തിന്റെ ഭാഗമായി 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റനില വീട് നിർമ്മിക്കാനാണ് തീരുമാനം.
ഭാവിയിൽ 2ാം നില പണിയാൻ കഴിയും വിധമായിരിക്കും നിർമ്മാണം. വീടുകൾ ഒരേ രീതിയിലാകും നിർമ്മിക്കുകയെന്നും ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. തൊഴിൽ ലഭ്യത ഉറപ്പാക്കും. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകും. കൃഷി ചെയ്യാനുള്ള സൗകര്യവും പാക്കേജിന്റെ ഭാഗമായി പരിഗണിക്കും. വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കാനാണ് തീരുമാനം. വായ്പകൾ എഴുതിത്തള്ളാൻ റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും സമീപിക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന സ്കൂളുകൾ പുനർനിർമ്മിക്കാനാകുമോ എന്ന വിദഗ്ധർ പരിശോധിക്കും. ഒപ്പം പുനരധിവാസ സ്ഥലത്ത് ആവശ്യമായ വിദ്യാലയങ്ങൾ നിർമ്മിക്കും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടും. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാടിലും പുനരധിവാസം ഉറപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തി. മന്ത്രിസഭയുടെ അനുമതിയും ലഭിച്ച ശേഷമാണ് പുനരധിവാസ പാക്കേജ് സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ചത്. 24 തിരുവനന്തപുരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ അവസാനിക്കുന്നു.